നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കൊച്ചിയിൽ മെട്രോ ട്രാക്കിന് മുകളിൽ നിന്ന് ചാടി യുവാവ് ആത്മഹത്യ ചെയ്തതിൻ്റെ ഞെട്ടലിൽ ചുള്ളിപ്പാറ ഗ്രാമം. വെന്നിയൂർ കൊടക്കലിനടുത്ത് ചുള്ളിപ്പാറ സ്വദേശി വീരാശ്ശേരി കുഞ്ഞുമൊയ്തീൻ്റെ മകൻ നിസാറാണ് ഇന്നലെ മെട്രോ ട്രാക്കിന് മുകളിൽ നിന്ന് റോഡിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. 2 ദിവസം മുമ്പ് കാറ്ററിംഗ് ജോലിക്ക് എന്ന് പറഞ്ഞാണ് നിസാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആദ്യം നാട്ടിൽ പെയിൻറ്റിങ്ങിൻ്റെയും പോളിഷിങ്ങിൻ്റെയും ജോലികളാണ് ചെയ്തിരുന്നത്. നേരത്തെ നാട്ടിൽ സജീവമായിരുന്ന നിസാർ പെട്ടെന്ന് അന്തർമുഖനായി മാറുകയായിരുന്നു. അധികം ആളുകളുമായി ബന്ധമില്ലാതെ ഒതുങ്ങിക്കൂടി കഴിയുകയായിരുന്നു നിസാർ. എന്താണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. അതിൻ്റെ ഞെട്ടലിലാണ് കുടുംബവും സുഹൃത്തുക്കളും നാട്ടുകാരും. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിൽ വെച്ച് നിസാർ ട്രാക്കിൽ നിന്നും റോഡിലേക്ക് ചാടിയത്. യുവാവിനെ പോലീസും അഗ്നിരക്ഷാസേനയും മെട്രോ ജീവനക്കാരും അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും താഴേക്ക് ചാടുകയായിരുന്നു. ഫയർഫോഴ്സ് യുവാവിനെ രക്ഷിക്കുന്നതിനായി വല വിരിച്ചിരുന്നുവെങ്കിലും വലയിൽ വീഴാതിരിക്കുവാനുള്ള രീതിയിലാണ് നിസാർ താഴേക്ക് ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റിരുന്ന നിസാറിനെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷനിലെത്തിയ നിസാർ ടിക്കറ്റ് എടുത്ത ശേഷം സ്റ്റേഷനിലെ ഉള്ളിലേക്ക് കയറി. ആലുവ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾ നിർത്തുന്ന പ്ലാറ്റ്ഫോമിൽ കുറച്ചു സമയം നിന്ന ശേഷം ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു. ഇത് കണ്ട ജീവനക്കാർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ വഴങ്ങിയിരുന്നില്ല. ഉടൻ തന്നെ ജീവനക്കാർ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തു. നിസാർ ട്രാക്കിലൂടെ ഏറെ നേരം മുന്നോട്ട് പോവുകയും പില്ലർ നമ്പർ 1013 താഴെ റോഡിലേക്ക് ചാടുകയായിരുന്നു. ഖബറടക്കം കൊടക്കല്ല് ജുമാ മസ്ജിദിൽ വെച്ച് നടക്കും. സുലൈഖയാണ് നിസാറിൻ്റെ മാതാവ്. ഫൈസൽ, റംഷീദ്, സഫീന എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.